ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും അസുഖങ്ങളൊക്കെ കുറഞ്ഞൊക്കെ വരുന്നു സരസ്വതിനെ കേട്ടോ. അപ്പോൾ ഇന്ന് സരസ്വതിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടാണ് സുഖി ഇവിടെ വന്നിരിക്കുന്നത്. ഡയാലിസൊക്കെ തുടങ്ങി കേട്ടോ. അമ്മയ്ക്ക് പെട്ടെന്ന് ക്രിയാറ്റിന് ഇതൊക്കെ കൂടി ഡയാലിസൊക്കെ തുടങ്ങി. അപ്പോഴമ്മയും കൊണ്ട് നമ്മുടെ സരസ്വതിനെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് സുഖു വീഡിയോ ഒക്കെ എടുക്കുന്നത്. നല്ല തിരക്കാണ്. പിന്നെ നമുക്കൊരു സമയം തരില്ല. ആ സമയത്ത് തന്നെ നമ്മളവിടെ ചെല്ലണം. അങ്ങനെയൊക്കെയാണല്ലോ ഡയാലിസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. നല്ല തിരക്കാണ് ഹോസ്പിറ്റലിലൊക്കെ. അപ്പോഴൊത്തിരി ദിവസമായി നമ്മൾ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്തിട്ട് ഞാൻ തന്നെ ആശുപത്രിയിലൊക്കെ നിന്ന് എനിക്കും ആകെ വയ്യ കേട്ടോ. എന്നാലും നമ്മുടെ ജോലി നമ്മൾ ചെയ്യണമല്ലോ. അപ്പോഴേ നല്ലൊരു അടിപൊളി കിടുക്കാച്ചി ഒരു സൂപ്പർ ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നിരിക്കുന്നത്. മുഖത്ത് നെറ്റി മേലുള്ള ചുളിവുകളൊക്കെ മാറാനും ഇതൊക്കെ ചെയ്താലുണ്ടല്ലോ പ്രായം അറിയത്തതേ ഇല്ല കേട്ടോ. എന്നും ചെറുപ്പക്കാരിയായിരിക്കാനാണല്ലോ നമുക്കൊക്കെ ഇഷ്ടം അല്ലേ. അപ്പോഴതേ ചെറുപ്പക്കാരിയായിട്ടിരിക്കാൻ സുപ്പ് നല്ലൊരു അടിപൊളി ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അടിപൊളി സൂത്രം കൊണ്ടുവന്നിരിക്കുകയാണ്. അറിയാത്ത കൂട്ടുകാരെ ഇത് കണ്ട് ചെയ്തോണം കേട്ടോ. രണ്ട് ഐറ്റം മാത്രം മതി. ഇത് നമ്മുടെ മുട്ടക്കൂട്ടൻ്റെ കുറച്ച് വെള്ളം എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് തൈര് കൂട്ടനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ മുട്ടക്കുട്ടൻ്റെ വെള്ളം എടുക്കാം. ഇത് തൈര് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കിയും കണ്ടും എടുത്തില്ലെങ്കിൽ നമ്മുടെ ആ മഞ്ഞക്കുട്ടനും കൂടെ അങ്ങ് വീഴും കേട്ടോ. പശക്കേടാണ്. അപ്പോൾ സൂപ്പ് ദേ കുറച്ച് വെള്ളം ഒഴിക്കാം. കാണുന്നുണ്ടോ? ദേ വെള്ളയാണ് വീഴുന്നത്. കുറച്ച് മതി കേട്ടോ. അവനൊരു സ്വഭാവമുണ്ട്. നമ്മളൊന്ന് വേണോന്ന് വെച്ച് അവനെ ഒന്നിട്ടാലുണ്ടല്ലോ അവൻ ഉരുണ്ട് മറിഞ്ഞ് അതിനകത്ത് തന്നെ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് പൊട്ടിച്ച് അതിനകത്തോട്ടങ്ങ് ഒഴിച്ചു. നമുക്ക് ബുൾസ അടിക്കാം കേട്ടോ. കറങ്ങി തിരിഞ്ഞല്ലെങ്കിൽ അങ്ങ് വീഴും. അപ്പോഴതേ അത് മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ദേ കാണാൻ നോക്കും. വെള്ളയും മുട്ട വെള്ളയും നമ്മുടെ കൈയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ട് കൂട്ടായതിന് ശേഷം നമുക്ക് നമ്മുടെ മുഖത്ത് 15 മിനിറ്റ് തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം കേട്ടോ. 1 മാസത്തിൽ കൂടുതലായി കേട്ടോ ഞാൻ മുഖത്ത് എന്തെങ്കിലും ചെയ്തിട്ട്. ഒന്നുമേ ചെയ്യുന്നില്ല. നമുക്ക് സമയമില്ല. ഇതിനൊന്നും നമുക്കൊരു ഇതൊന്നും വരത്തില്ല കേട്ടോ. ഓരോരുത്തർ ഓക്കെയായി ഇതൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് മുട്ട വെള്ളയും തൈര് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. രണ്ടുപേരും പറഞ്ഞാൽ കേൾക്കാത്ത ഉമ്മാരാട്ടോ. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യട്ടെ. ആരോടെങ്കിലുമൊക്കെ ഉള്ള ദേഷ്യം ഈ സമയത്തൊക്കെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അങ്ങ് തീർക്കാൻ കേട്ടോ. സരസ്വം അവിടെ കിടക്കുന്നു. ആ സമയത്താണ് ഞാൻ നമ്മുടെ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേ നമ്മൾ മിക്സ് ആവും കേട്ടോ. എന്നിട്ട് നമുക്ക് കഴിക്കാം. നമ്മുടെ തൈര് മാതിരി തന്നെ വന്നു. തൈരിനകത്ത് മുട്ട ഒഴിച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. തൈര് മാതിരി തന്നെ ഇരിക്കും. ഇത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ് ഇരുന്നാൽ മതി നമ്മുടെ മുഖത്ത്. അപ്പോഴിനി ചുളിവൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറാൻ സുപ്പുതി പറഞ്ഞ് തന്നേക്കുകയാണ് കേട്ടോ. എനിക്ക് നെറ്റി ചുളിവുണ്ടെന്നും പറഞ്ഞ് ആരും കറങ്ങിയേക്കരുത്. പെട്ടെന്ന് ടപ്പേന്നും പറഞ്ഞ് ഈ ചുളിവുകളൊക്കെ മാറും. ചെറുപ്പക്കാരിയായിട്ട് ഇരിക്കാൻ വേറെ നമുക്ക് ടിപ്പുകൾ ഇഷ്ടമാതിരിയുണ്ട്. അതിലൊരു ടിപ്പാണ് സുപ്പു ഈ കാണിച്ചു തരുന്നത്. അപ്പോഴെല്ലാവരും ഓടിപ്പോയി മുട്ടയെടുക്കുക, തല്ലിപ്പൊട്ടിക്കുക, അതിൻ്റെ വെള്ളം എടുക്കുക, കുറച്ച് തൈര് എടുക്കുക, മിക്സ് ചെയ്യുക. ഇത് ഇങ്ങനെ മുഖത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴേ ഇത് ഇവിടുത്തെ ഒരു 5-6 നമ്മുടെ വരക്കുട്ടന്മാരൊക്കെ അപ്രത്യക്ഷമാവുന്നത് കണ്ടോണം നിങ്ങൾ കേട്ടോ. പിന്നെ വല്ലപ്പോഴുമൊക്കെ മടിച്ചികളായിട്ടിരിക്കാതെ ഇതൊക്കെ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ അത് തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ഇടാനും നോക്കണം കേട്ടോ. അതോ എന്നെപ്പോലെ 1 മാസമൊക്കെ മടിച്ചികളായിട്ട് ഇരിക്കുമോ? അയ്യോ, എനിക്കിവിടെ ഹോസ്പിറ്റൽ കേസായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് വീട്ടിൽ ഇരിപ്പേ ഇല്ലായിരുന്നു.
വീട്ടിലിരിപ്പേ ഇല്ലായിരുന്നു കേട്ടോ. ഇന്നലെയും ഇന്നും പോയിട്ട് വന്നതാണ് കേട്ടോ. ഇന്നും പോയിട്ട് വന്നതാണ് നമ്മൾ. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ തന്നെ കൂട്ടുകാരെ. അവിടെ നല്ല ഡോക്ടർമാരും നല്ല നേഴ്സുമാരും ഒക്കെയാണ്. ഡയാലിസിൻ്റെ അവിടെ തന്നെ നമ്മൾ പെട്ടെന്ന് കൂട്ടാവും കേട്ടോ. ഞാൻ എല്ലാവരുമായിട്ട് പെട്ടെന്ന് നമ്മൾ ഗമിയൊന്നും ആക്കിയിരിക്കത്തില്ല കേട്ടോ. ഞാൻ എല്ലാവരുമായിട്ട് പെട്ടെന്ന് കൂട്ടാവും. പിന്നെ സരസുവിൻ്റെ കാര്യം പറയണ്ട. സരസു ഇപ്പം പറയുന്നു എനിക്ക് പണ്ടേ അറിയാം അവരെയൊക്കെ കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ സരസ് പറയുന്നത്. അമ്മയ്ക്ക് ഇപ്പോഴല്ലേ ഡയാലിസൊക്കെ തുടങ്ങിയത്. സരസ് പറയുന്നത് ഇവിടെ വന്ന് കഥയൊക്കെ പറയും കേട്ടോ. നമ്മളെ അതിനകത്ത് കയറ്റും എന്തെങ്കിലും കൊടുക്കാനൊക്കെ, സ്നാക്സോ ചായ എന്തെങ്കിലും കൊടുക്കാനൊക്കെ കേട്ടോ. പക്ഷേ എനിക്ക് ഇന്നൊരു സിസ്റ്റർ പറഞ്ഞു, ഞാൻ അമ്മയോടുള്ള സംസാരങ്ങളും ഇതൊക്കെ കേട്ടിട്ട് എന്നോട് ചോദിക്കുന്നത് അമ്മയാ ചേച്ചിയുടെ അല്ലേ? ഞാൻ പറഞ്ഞാൽ അതെ. പിന്നെ അന്നേരം ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ അമ്മ അല്ല ചേച്ചിയുടെ സംസാരം കേട്ടിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ പണ്ടേ കൂട്ടാണ് കേട്ടോ. അപ്പോഴും നമ്മളുടെ ഓരോരുത്തരുടെയും സംസാരങ്ങളും ഒക്കെ പലരും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാകും കേട്ടോ. ഞാൻ അത്രമേൽ നമ്മുടെ അമ്മയെ സരസുവിനെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കേട്ടോ. ഞാൻ അകത്ത് കയറി കൊടുക്കുന്നതും പിടിക്കുന്നതും ഓരോന്നും വർത്തമാനങ്ങൾ അമ്മയുടെ അടുത്ത് പറയുന്നതും കേട്ടോ. അവർക്കന്നേരം അത് സ്വന്തം ഒരു മോളെ പോലെ എന്നെ തോന്നി കേട്ടോ. അവർ ചിരിക്കുന്നു. 2-3 സിസ്റ്റർമാരുണ്ട്. ഞാൻ പറഞ്ഞു അതേ എൻ്റെ അമ്മ തന്നെയാണ്. അല്ല ചേച്ചിയുടെ വർത്തമാനം കേട്ടിട്ട് സ്വന്തം അമ്മയെ പോലെ തോന്നുന്നത്. ഞാൻ പറഞ്ഞു അതെ. അപ്പോഴതേ നമ്മൾ സംഭവം കുറച്ചെടുത്താൽ മതി കേട്ടോ. മുട്ട വെള്ളം ഒത്തിരിയൊന്നും നമുക്ക് എടുക്കണ്ട. അതേ കുറച്ചെടുത്താൽ മതി. ഫുള്ള് നമുക്ക് നമ്മുടെ കഴുത്തിലും നമ്മൾ മുഖത്തിടുമ്പം തന്നെ നമ്മുടെ കഴുത്തിൽ ഇടാൻ നോക്കുക. എന്നിട്ട് 15 മിനിറ്റ് ഇരിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി മാറ്റുക. തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കണം കൂട്ടുകാരെ. എല്ലാ ടിപ്പുകളും നമുക്ക് നമ്മുടെ മുടിയുടെ ഇതൊക്കെ ഒത്തിരി ദിവസമായി കേട്ടോ ഞാൻ തന്നെ ഇട്ടിട്ട് കളറൊക്കെ മാറി തുടങ്ങി. നമ്മുടെ നരക്കുട്ടന്മാരൊക്കെ ഏകദേശം അവിടുന്ന് ഇവിടുന്നൊക്കെ ചാടി വരാൻ തുടങ്ങി. അപ്പോൾ അവന്മാരെയൊക്കെ ഒന്ന് കളറൊക്കെ മാറ്റി നമുക്ക് ശരിയാക്കണം. ഇനിയിപ്പോൾ ശനിയാഴ്ച പോയാൽ മതി അമ്മയും കൊണ്ട് കേട്ടോ. ആഴ്ച 2 പ്രാവശ്യമാണ്. അപ്പോൾ ഇനി ശനിയാഴ്ച പോയാൽ മതി. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. തുടച്ച് മാറ്റി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് എടുക്കാച്ചൊരു ടിപ്പാണ്. അപ്പോൾ ഇനി ചുളിവുണ്ടെന്ന് ആരെങ്കിലും പറയുമോ? ഈ വിധിയൊക്കെ ചെയ്താൽ ചുളിവൊക്കെ അപ്പടി മാറുന്നതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ് നമുക്ക് തരുന്നത്. മുട്ടയില്ലെങ്കിൽ സുപ്പുവിൻ്റെ അടുത്ത് വായോ. നാടൻ മുട്ട തന്നെ ഇരിപ്പുണ്ട്. ഞാൻ പറയത്തില്ല, എന്നും പറയത്തില്ല. നമ്മൾ ഈ ചുമന്ന കരുവിൻ്റെ മുട്ടയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. വെള്ളയല്ല, ചുമന്ന കരുവിൻ്റെ അല്ല, ചുമന്ന തോടുള്ള ഇതേപോലുള്ള മുട്ടയാണ് നമ്മളെല്ലാത്തിനും വാങ്ങിക്കുന്നത് ഇവിടെ കേട്ടോ. നാടൻ മുട്ട, വെള്ളമുട്ട വാങ്ങിക്കത്തില്ല കേട്ടോ. അപ്പോഴും നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം കേട്ടോ. അവിടെ ഇരിക്കട്ടെ. കുഞ്ഞായിട്ടൊക്കെ നമ്മൾ മസാജ് കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പം ഇതിനകത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാനിരിക്കുമ്പോഴേ നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. കുഞ്ഞായിട്ട് മസാജൊക്കെ ഒത്തിരി ദിവസമായി നമ്മൾ ചെയ്തിട്ട്. എല്ലാവരും പറഞ്ഞു ക്ഷീണിച്ച് എൻ്റെ കവിളൊക്കെ എവിടെ പോയെന്ന്. എന്നെ ഒരുപാട് നാളായി കണ്ട ആൾക്കാർ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അവരൊക്കെ ചോദിച്ചു ഇയാളെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ, ഭയങ്കര തടിച്ചായിട്ട് ഇരുന്ന്. ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോയപ്പോൾ അവർക്ക് തന്നെ എന്നെ മനസ്സിലായിരുന്നു. കഷ്ടം. ഇനിയിപ്പോൾ പഴയ നമ്മുടെ ഇതൊന്നും വരത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ മോളോട് ചോദിക്കും ഞാൻ പഴയതുപോലെ വരാൻ എന്ത് ചെയ്യണം? അമ്മ നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ മതിയെന്നില്ല. അങ്ങനെ ഇനി വരാൻ സാധിക്കില്ല കേട്ടോ. നല്ല വണ്ണമായിരുന്നു. ഇനി അത് വരത്തില്ല പഴയതുപോലെ. തുടയ്ക്കാൻ തുണിയൊക്കെ കൊണ്ടിട്ടേക്കും. ഇപ്പോൾ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ മുട്ടക്കുട്ടനെയും നമ്മുടെ തൈര് കുട്ടനെയൊക്കെ 15 മിനിറ്റ് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് തുടച്ച് മാറ്റി കേട്ടോ. നമുക്ക് ആഴ്ച 2 പ്രാവശ്യമൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം. അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒരു 15 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോഴത്തേനെ ഉണങ്ങും. ഇപ്പോൾ ഇച്ചിരി വെയിലൊക്കെ ഉള്ള സമയമല്ലേ.
പെട്ടെന്ന് ഉണങ്ങും. 15 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ആരും പറഞ്ഞേക്കരുത് എൻ്റെ മുഖത്ത് ചുളിവുണ്ട്, എന്നെ കണ്ടാൽ പ്രായം തോന്നിക്കും എന്നൊന്നും ആരും പറഞ്ഞ് വിഷമിക്കരുത്, കരയരുത് കേട്ടോ. അല്ല അടി വെച്ച് തരും. ഇതൊക്കെ ചെയ്ത് നോക്കണം. ഈ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ സുഖം പറഞ്ഞു തരുന്നത് എല്ലാവരും ചെയ്യാൻ വേണ്ടിയാ. ഇനി ചെയ്തില്ലെന്ന് പറയുവാണെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ട് വരും, എല്ലാവരുടെയും വീട്ടിലോട്ട് വന്ന് നല്ല അട്ടി തരും. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ മടിച്ചായിട്ട് ഇരുന്ന കേട്ടോ. ഇനിയിപ്പോൾ നമ്മളും ഓരോന്നൊക്കെ ചെയ്ത് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ശരിയാക്കാൻ നോക്കുകയാണ് കേട്ടോ. സത്യം, 1 മാസം കൊണ്ട് നമ്മളൊന്നുമേ ചെയ്യുന്നില്ലായിരുന്നു. വെറുതെ പൗഡർ പോലും നമുക്ക് തേക്കാനുള്ള സമയമില്ലായിരുന്നു, കുത്തിയിടാനുള്ള സമയമൊന്നുമില്ലായിരുന്നു നമുക്ക് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ മുഖത്തെ ക്ഷീണമൊക്കെ മാറ്റണം കേട്ടോ. കറക്റ്റ് സമയത്ത് നമ്മൾ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല, ഉറക്കമില്ലായിരുന്നു. അതൊക്കെ തന്നെയാണ് മെയിൻ പ്രശ്നം. എൻ്റെ പ്രശ്നം ഒന്നും പറയണ്ട കേട്ടോ. ആകെ മൊത്തത്തിൽ പ്രശ്നങ്ങളോടെ പ്രശ്നം. അതുകൊണ്ട് എവിടെ ചെന്നിരുന്നാലും ഞാനിപ്പോൾ ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഉറക്കക്ഷീണം കൊണ്ട് എവിടെ ചെന്നിരുന്നാലും ഇങ്ങനെ അങ്ങ് പോവുകയാണ്, ഉറക്കമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇനി നമുക്കതൊക്കെ ശരിയാക്കി എടുക്കണം. ഉറക്കമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഷുഗർ അതൊക്കെ എനിക്ക് കൂടിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ നോക്കിയപ്പോൾ ഷുഗറൊക്കെ കൂടിയായിരുന്ന സമയത്ത് ഉള്ള ഭക്ഷണങ്ങൾ, ഉറക്കമില്ലായ്മ, ടെൻഷന് കാര്യങ്ങളൊക്കെ ആയി ആകെ കുഴപ്പങ്ങളൊക്കെ ആയായിരുന്നു എനിക്ക്. എന്നാലും ഇപ്പോൾ ഞാൻ ഉറങ്ങാൻ നോക്കും, പക്ഷെ പകലൊന്നും സമയമില്ലല്ലോ നമുക്ക് ഉറങ്ങാൻ. രാത്രി 12 മണിയാകും നമുക്ക് കിടന്നുറങ്ങാൻ. അപ്പോൾ അങ്ങനെയൊക്കെ. ഇനി സമയത്തും കാലത്തും ആഹാരം കഴിക്കണം, എല്ലാം നോക്കണം അല്ലേ. നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ ആരാ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത്? വേറെ ആരെങ്കിലും വന്ന് നോക്കുമോ? ഇല്ല. എൻ്റെ സരസ്വനെ നോക്കണമെങ്കിൽ ഞാനൊന്ന് ഉഷാറായിട്ട് നിന്നേ ഒക്കത്തുള്ളൂ. അപ്പോൾ സരസ്വ അവിടെ കിടക്കുന്നു. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ടിപ്പൊക്കെ ചെയ്ത് നോക്കണം എല്ലാവരും. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാരുടെ അടുത്ത് സുപ്പ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ ഇരുന്നാണേലും ഞാൻ എല്ലാവരുടെയും ഇത് കാണാറുണ്ടായിരുന്നു. പക്ഷേ കമൻറ്റ് എനിക്ക് അങ്ങോട്ട് ചിലപ്പം പാതിരാത്രിക്കൊക്കെ ആയിരിക്കും അവിടെയൊക്കെ ഇരുന്ന് പിന്നെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോഴെല്ലാവരും സുപ്പുവിൻ്റെ അടുത്ത് വരണം. സുപ്പു അങ്ങോട്ടും വരുന്നതാണ് കേട്ടോ. ആരും മറന്നു പോയല്ലേ എന്നെ. അപ്പോഴും നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാ കൂട്ടുകാർക്കും